അപ്പോൾ ഇത് നമുക്ക് ഗ്ലിസറിൻ ബേസ് ഡബിൾ ഹൈ ക്വാളിറ്റി ബേസാണ്. അതേപോലെ തന്നെയാണ് നോർമൽ ബേസ് വരുന്നതും. രണ്ടും കണ്ടാൽ ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഡബിൾ ഹൈ ക്വാളിറ്റി കുറച്ചും കൂടിയും ഒരു ക്ലിയറും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം. നോർമൽ ബേസ് ഇപ്പോൾ ഈ കാണുന്നത് നോർമൽ ബേസാണ്. അത് നമുക്ക് കുറച്ച് ഉറപ്പ് കുറവ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ കുറച്ച് പത കുറവ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഡബിൾ ഹൈ ക്വാളിറ്റി ആകുമ്പോൾ നമുക്ക് നല്ല ഉറപ്പും നല്ല പതയും കൂടുതൽ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അലോവേര ബേസ് ഉണ്ട്, ഗോട്ട് മിൽക്ക് ബേസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന അലോവേര ബേസ് നോർമൽ ക്വാളിറ്റിയാണ് കേട്ടോ. തുളസി നോർമൽ ക്വാളിറ്റിയാണ്. ഗോട്ട് മിൽക്ക് ഇവിടെ കാണുന്നത് ഡബിൾ ഹൈ ക്വാളിറ്റി ബേസാണ് കേട്ടോ. അതിൻ്റെ തന്നെ നോർമൽ ക്വാളിറ്റി ഉണ്ട്. ഇതിലതേപോലെ തന്നെ നമുക്ക് മാംഗോ, പപ്പായ, മിൻറ്റ്, പിന്നെ അതേപോലെ പിയേഴ്സ്, ഇതിൻ്റെയൊക്കെ ബേസുകളുണ്ട്. ഇതൊക്കെ നോർമൽ ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ റോസ്, പിന്നെ ലാവണ്ടർ, മിൻറ്റ്, ശംഖുപുഷ്പം, സാഫ്രോൺ, ഇങ്ങനെയൊക്കെയാണ് കുറേ ബേസുകൾ വരുന്നത്. കൂടുതൽ ബേസും കളറുകളിൽ വരുന്നത് കൂടുതലും നോർമൽ ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഡബിൾ ഹൈ ക്വാളിറ്റി വെച്ചിട്ട് എല്ലാ ഒരു ഇതിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് സാൻഡൽ ബേസാണ് കേട്ടോ. പിന്നെ കുങ്കുമാതി ബേസ് ഉണ്ട്. അപ്പോൾ ബേസുകൾ അത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ എല്ലാ പെർഫ്യൂമുകളും അതേപോലെ തന്നെ നമുക്ക് സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായ പെർഫ്യൂം, കളറ്, ഹെർബൽ പൗഡേഴ്സ്, അതായത് നമുക്ക് ഹെവി കയ്യോലിൻ ക്ലേ പൗഡർ, ഓറഞ്ച് പീൽ പൗഡർ, അങ്ങനെയുള്ള കുറേ പൗഡറുകളുണ്ടല്ലോ. ചാർക്കോൾ പൗഡർ, ബീട്രൂട്ട് പൗഡർ, അത് കൂടാതെ നമുക്ക് എസെൻഷ്യൽ ഓയിൽ, ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ശംഖുപുഷ്പം വെച്ചിട്ട് നമ്മളൊരു 3 കിലോ സോപ്പ് ഒരുമിച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ തൊട്ട് മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ടെർമറിക് സോപ്പ് 3 കിലോ ഒരുമിച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ടെർമറിക് സോപ്പൊക്കെ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ചെയ്യണത് ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ ഉണക്കി വറുത്ത് പൊടിച്ച ആ ഒരു പൗഡറാണ്. അതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് അങ്ങനെ ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ വെക്കുക. അതിൻ്റെ ശേഷം നമ്മളിത് അരിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് ബേസ്, അതേപോലെ തന്നെ പെർഫ്യൂം, ഒരുവിധം എല്ലാ സോപ്പ് മേക്കിംഗ്, ഷാമ്പൂ മേക്കിംഗ് ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് സോപ്പ് ബേസ് എടുക്കുക അല്ലെങ്കിൽ പെർഫ്യൂം എടുക്കുക, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ഇന്ത്യ മാർട്ട് പോലത്തെ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു കളർ ഇതിൽ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് പച്ച, അതായത് ചെടിയിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവരുന്ന ഫ്ലവർ ഇട്ടിട്ടും അല്ലെങ്കിൽ ഉണങ്ങിയ ഫ്ലവർ ഇട്ടിട്ട് കാണുന്ന ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ആ ഒരു കളറ്, ഒരു നീല കളറല്ല ഇതിന് വരിക. ചെറുതായി ഒരു വയലറ്റിലേക്ക് മാറിയ പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഒരു ഡാർക്ക് കലർന്ന പോലത്തെ ഒരു കളറ്. മറ്റേത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. എന്നാൽ ഇതിൻ്റെ ഫുൾ ആ ഒരു ഗുണം ഇതിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ 3 കിലോ സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പ് ബേസ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ വരുന്നത് കൊണ്ട് ചില വെളിച്ചെണ്ണകൾക്ക് നല്ല, നമ്മൾ കൊപ്പരാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഒരു കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതേപോലെ ആ ഒരു നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ബേസ് ആയതുകൊണ്ടാണ് ഈ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷെ നല്ല ഉറപ്പുമാണ്, നല്ല പതയാണ്. നമ്മളിപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു ബേസിനേക്കാളും കുറച്ചും കൂടി ഉറപ്പ് ഉള്ളൊരു ബേസാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നല്ല ബേസ് അങ്ങനെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. പല സമയത്തും അങ്ങനത്തെ കിട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഡബിൾ ഹൈ ക്വാളിറ്റി ബേസിനെ നമ്മൾ മുന്നേ കൊണ്ടുവന്ന്, അതായത് ഒരു 1.5 വർഷം മുന്നേ അല്ലെങ്കിൽ 1 വർഷം മുന്നേ വന്നിരുന്നതിനേക്കാളും അല്പം
എന്താണ് കുറച്ചും കൂടി ലൂസാണെന്നാണ് എനിക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ തോന്നുന്നത്. മുന്നൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പോലും പറ്റിയിരുന്നില്ല, അത്രയും നല്ല ഒരു ബേസായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏകദേശം മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പറയാം കേട്ടോ. നമ്മൾ സോപ്പ് ബേസ് വാങ്ങിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ആ കളറൊക്കെ ഒരുവിധം ഇറങ്ങി വന്ന് ഒരു ഡാർക്ക് വയലറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് അരിച്ചെടുത്തിട്ട് ഈ ഒരു ബേസിലേക്ക് ഒഴിക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിൽ അലിയാത്തത് എടുക്കുന്നുണ്ട്. നമ്മൾ വലിയ വലിയ പീസാക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ വലിയ പീസാകുമ്പോൾ കുറച്ച് സമയം എടുക്കും അലിയാൻ. ചെറിയ ചെറിയ പീസാണെങ്കിലും ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ട് കുറച്ച് സമയം എടുക്കും ആവാൻ. കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ 1/2 കിലോ 1 കിലോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ബേസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് സോപ്പ് ബേസ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ കുറേ പേർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ആദ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇന്ത്യ മാർട്ടിൽ പോയി നോക്കി പെട്ടെന്ന് അങ്ങനെ ഓർഡർ ചെയ്യും. പക്ഷേ കുറേ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര പറ്റിക്കൽ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് മുന്നേ പറയണത് കേട്ടിട്ടുണ്ട്, അവരെ ക്യാഷ് പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ശംഖുപുഷ്പം സോപ്പിലേക്ക് ഒരു 50 ഗ്രാം അലോവേര ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ ആ ഒരു അലോവേര ചെടിയുടെ ജ്യൂസാണ്. അത് നമ്മൾ മിക്സിയിലിട്ട് അരിച്ചെടുത്ത് അതാണ് ഒഴിച്ചിട്ടുള്ളത്. അത് നിർബന്ധമൊന്നുമില്ല, ഒരു സോപ്പിന് ഒരല്പം കൂടി ഒരു നല്ല ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. വെറും ശംഖുപുഷ്പം മാത്രം ചേർക്കുന്നതിലും കുറച്ച് അലോവേരയും കൂടി ചേർത്ത് എന്നുള്ളതാണ്. ഇനി വെറും ശംഖുപുഷ്പം മാത്രം മതിയെങ്കിൽ അങ്ങനെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരു 20 ഗ്രാം 20 ഗ്രാം 1 കിലോനിക്ക് ഒരു 60 ഗ്രാം ഹണി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ചെയ്യുമ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കളറ് അതിൻ്റെ ആ വെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രം നല്ല കളറ് കിട്ടും എന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ഉണ്ടാക്കുമ്പോഴൊന്നും അങ്ങനത്തെ കളറ് വരാറില്ല. അതങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കളറ് വ്യത്യാസമാണ് വരാറ്. അതിപ്പോൾ നമ്മൾ നേരിട്ടുള്ള ചെടീൻ്റെ മുകളിൽ നിന്ന് ഫ്ലവർ കൊണ്ടുവന്ന് തിളപ്പിച്ചിട്ട് ഒഴിച്ചാലും അതെ, ഉണങ്ങിയതാണെങ്കിൽ അത് നമ്മൾ ഒഴിക്കുമ്പോഴൊക്കെ നല്ല കളറുണ്ടാകും. സോപ്പ് ബേസിലേക്ക് വന്നാൽ കളറ് മാറും. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഉണക്കി വറുത്ത് പൊടിച്ചതിൻ്റെ ആ ഒരു ജ്യൂസ് ഒഴിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി നമുക്ക് വയലറ്റ് കളറ്, ഞാൻ ലാവണ്ടർ കളറാണ് ചേർത്ത് കൊടുത്തത്. ബ്ലൂ ചേർക്കണവരും ഉണ്ട്. അപ്പോൾ ഏത് കളറാണ് നമ്മളടുത്തുള്ളത് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 20 ഗ്രാം വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ അലോവേര ജ്യൂസ് ചേർത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് അതിൻ്റെ അളവ് നേരത്തെ തെറ്റിപ്പോയതാണ്. 75 ഗ്രാമാണ് ഇതിൽ അലോവേര ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു വെള്ളം ഒരു 30 ഗ്രാം 50 ഗ്രാമിൻ്റെ ഉള്ളിൽ അതും ഉണ്ടായിരിക്കും. നമ്മൾ കുറച്ച് ആ ഒരു 2 ടീസ്പൂൺ അങ്ങനെ 2 ടേബിൾ സ്പൂൺ അതിൽ പൗഡർ ഇട്ട് അത് നന്നായി മുങ്ങണ വിധത്തിൽ ഒരു 50 ഗ്രാമിൻ്റെ ഉള്ളിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല ബേസിലാണെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള ബേസിലാണെങ്കിൽ, അല്ലെങ്കിൽ അത് വെള്ളം കൂടിയിട്ട് ആകെ പിളിപിളി എന്നിരിക്കും. മാത്രമല്ല ഉറപ്പുണ്ടാവില്ല, പദം ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ബേസിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ 25 ഗ്രാം മാത്രമേ ഈ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ഗ്രാം വിറ്റാമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അലോവേര ജ്യൂസ് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഒരു 5 ഗ്രാമോ 10 ഗ്രാമിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്. കാരണം 25 ഗ്രാം നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസും എല്ലാം കൂടി നമ്മളൊരു 50 ഗ്രാമിൻ്റെ ഉള്ളിൽ ഒതുക്കണം. പെർഫ്യൂം എല്ലാം കൂടി ഇതിലല്ല, ഈ സോപ്പിലല്ല കേട്ടോ. നോർമൽ ക്വാളിറ്റി ബേസിലാണെങ്കിലാണ്, അല്ലെങ്കിൽ ആകെ വെള്ളം ആയി വരും. ഇതിലാവുമ്പോൾ നമുക്ക് ഈ ഡബിൾ ഹൈ ക്വാളിറ്റിയിലാകുമ്പോൾ നമുക്ക് ഇത്തരം ഐറ്റംസുകൾ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോപ്പിന് നല്ല ഗുണം ഉണ്ടായിരിക്കും. അത് കൂടാതെ ഞാൻ ഇതിലേക്ക് 40 മില്ലി റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബേസുകളിലും ഇതേപോലെ ഈ പറഞ്ഞ അളവിൽ ഇൻഗ്രീഡിയൻസ് ചേർത്താൽ അത് ശരിയാവില്ല. ഇതിപ്പോൾ 3 കിലോ സോപ്പ് ബേസാണ്, അതിലേക്കാണ് നമ്മൾ 40 മില്ലി റോസ് വാട്ടറും കൂടി 75 ഗ്രാം അലോവേര ജ്യൂസ്, അതേപോലെ ഒരു 50 ഗ്രാമിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഒരു 40-50ൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു
ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 20 ഗ്രാം ഗ്ലിസറിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഹൈ ക്വാളിറ്റി അത് നല്ല ബേസിൽ മാത്രമേ അത് പറ്റുള്ളൂ, അല്ലെങ്കിൽ ലൂസായി പോകും. അതാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ കാരണം. ഇത് നമ്മൾ ബ്രൈറ്റ് ഷൈൻ്റെ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിൽ ഇപ്പോൾ ഞാൻ ഇതാണ് ചേർത്തിട്ടുള്ളത്. നല്ലൊരു സ്മെല്ലാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോപ്പ് ഇത് കഴിയുന്നത് വരെ ആ ഒരു മണം നിൽക്കും. സെക്കൻഡ് ക്വാളിറ്റി ആകുമ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കണ സമയത്തൊക്കെ നല്ല സ്മെല്ലുണ്ടായിരിക്കും. അത് പെട്ടെന്ന് അങ്ങോട്ട് മങ്ങി പോകും. നമ്മൾ എന്താ പറയുക, ഉണങ്ങി അത് പാക്ക് ചെയ്ത് അത് നമ്മൾ കുളിക്കാൻ എടുക്കണ ടൈമിൽ ഒരു മണം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ മൂക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് മണപ്പിക്കണം, അത് മണം ഏതാണെന്നൊക്കെ അറിയണമെങ്കിൽ. മറ്റേതാകുമ്പോൾ അങ്ങനെയല്ല, നല്ല മണം ഉണ്ടായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ പെർഫ്യൂമൊക്കെ കുറച്ച് അത്യാവശ്യം ചേർക്കണം. 1 തുള്ളി 2 തുള്ളിയൊക്കെ പെർഫ്യൂം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 5 തുള്ളി 1 കിലോനിക്ക്, 8 തുള്ളി 1 കിലോനിക്ക്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കണ സമയത്ത്, ആ ഒഴിക്കണ സമയത്തുള്ള ആ ഒരു സ്മെല്ലേ ഉണ്ടാവുക. നല്ലൊരു സ്മെല്ല് കിട്ടണമെങ്കിൽ അത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു 15 ഗ്രാം മുതൽ 20 ഗ്രാമിൻ്റെ ഉള്ളിൽ വരെ 1 കിലോന് സോപ്പിലേക്ക് ഒഴിച്ചാൽ മാത്രമേ നല്ല സ്മെല്ല് കിട്ടുള്ളൂ. അത് സോപ്പ് കഴിയുന്നത് വരെ നിൽക്കണമെങ്കിൽ അത്രയും ഒഴിച്ചു കൊടുക്കണം. സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് 20 ഗ്രാമൊക്കെ ഒഴിച്ചാലും നല്ല മണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ് പെട്ടെന്ന് മങ്ങിപ്പോവും. അത് 50 ഗ്രാം ഒഴിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഒഴിച്ച് ഇത് അൺമോൾഡ് ചെയ്യണം. ഒഴിക്കണ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ട് വീഡിയോ വലിയതാക്കണില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ് നിർത്തി വെച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ സോപ്പ് ബേസ് വാങ്ങിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർ പറയും ഇന്ന ഐറ്റം ഇതാ ഈ ഒരു ഗൂഗിൾ പേയിലേക്ക് ഇടാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്യാഷ് ഇട്ട് കൊടുക്കും. പക്ഷേ ചിലപ്പോൾ സാധനം വരും, ചിലപ്പോൾ വന്നില്ല എന്ന് വരും. ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് എടുത്തുള്ള ആളാണ്. പക്ഷേ എൻ്റെ പൈസ ഒന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞൊരു മാസത്തിലായിട്ട് നമുക്ക് മുൻപ് 1-2 തവണ പ്രോഡക്റ്റ് തന്ന ടീമാണ്. പക്ഷേ അവർ എൻ്റെ 8000 രൂപ വാങ്ങിച്ച് വയ്ക്കുകയും ചെയ്ത് എനിക്ക് പ്രൊഡക്റ്റ് അവർ അയച്ച് തരികയും ചെയ്തില്ല. എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച്, നമുക്ക് ഒരിക്കലും അവർ തരുമെന്ന് ഉറപ്പില്ല. കാരണം എനിക്ക് 2 തവണ തന്ന ഒരു ടീമാകുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് പൈസ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ഏതാണ് ആ ഒരു ഇതെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫുൾ അവരെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് മറ്റുള്ളവരെ എല്ലാവരും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നോ പറ്റില്ല എന്നോ അല്ല പറയണത്. 2 തവണ തന്ന ടീമാണ് നമ്മളെ 8000 രൂപയും വാങ്ങിച്ചിട്ട് ഒരു മൈൻഡുമില്ല, വിളിച്ചാൽ എടുക്കണമില്ല. നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത കാരണം മെസ്സേജ് കിട്ടണമില്ല. വേറെ 1-2 പേരെ കൊണ്ടൊക്കെ ഞാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം, അതിൻ്റെ ആ വെബ്സൈറ്റിൻ്റെയും വിവരങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ്. നല്ല അടിപൊളി കളറിലും നല്ല ഗുണത്തിലുമൊക്കെയാണ്, നല്ല മണവുമാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് നല്ല മോയ്സ്ചറൈസിങ് ആണ്. നമുക്ക് അലോവേരയും ശംഖുപുഷ്പവും ഗ്ലിസറിനും ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട്, റോസ് വാട്ടറും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കി നോക്കിട്ടോ. ഇത് ഒരു 90-95 ഗ്രാം ആ ഒരു ലെവലിലേക്കാണ്. ചിലതൊക്കെ നമുക്കൊരു 88 ആ ഒരു ഇതിലൊക്കെ വന്നിട്ടുണ്ട്, വെയിറ്റ് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് 90-95 ആക്കാൻ നോക്കിയപ്പോഴാണ് അങ്ങനെ ആ ഒരു കുറവ്. നമ്മൾ ഫുള്ള് നിറച്ചൊഴിക്കുകയാണെങ്കിൽ 100 ഗ്രാം 105 ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഇങ്ങനെയുള്ള നല്ല ബേസുകളാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 1 കിലോ സോപ്പ് എന്ന് പറയുമ്പോൾ 1000 ഗ്രാമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 സോപ്പാണ് 100 ഗ്രാമിൻ്റെ കിട്ടുക. അതും സോപ്പ് ബേസ് ഉരുക്കി രണ്ടാമത് ഒഴിക്കുമ്പോൾ ഒന്ന് കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. പക്ഷെ നമ്മളിതിൽ ഏകദേശം അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കൊരു 11 സോപ്പോ 12 സോപ്പോ ഒക്കെ കിട്ടാൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ലൊരു കമൻറ്റും ചെയ്യാം കേട്ടോ. ഓക്കേ.